ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മെട്രിക് മെത്തേഡ്സ് ഓഫ് അനാലിസിസ് ആണ്. ഇതൊരു ഇൻട്രൊഡക്ഷൻ പാർട്ട് പോലെയാണ്. രണ്ട് മെത്തേഡ്സ് ഉണ്ട്, ഫ്ലെക്സിബിലിറ്റി മെത്തേഡും സ്റ്റിഫ്നെസ് മെത്തേഡും. ഈ ഒരു പോർഷനിൽ നിന്ന് യൂഷ്വലി വരുന്ന ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്, ലൈക്ക് ഫ്ലെക്സിബിലിറ്റി മെത്തേഡും സ്റ്റിഫ്നെസ് മെത്തേഡും എങ്ങനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ റാദർ ദാൻ സെൻറ്റൻസ് ആയിട്ട് എഴുതുന്നതിന് പകരം ഒരു ടേബിൾ വരച്ചിട്ട് ഒരു സൈഡിൽ ഫ്ലെക്സിബിലിറ്റി ഒരു സൈഡിൽ സ്റ്റിഫ്നെസ് വെച്ചിട്ട് അതിൻ്റെ പോയിൻ്റ് പറയുകയാണെങ്കിൽ സ്കോർ ചെയ്യാൻ എളുപ്പമായിരിക്കും. ആൻഡ് ഫ്ലെക്സിബിലിറ്റി മെത്തേഡിൻ്റെ വേറൊരു പേരാണ് ഫോഴ്സ് മെത്തേഡ്, സ്റ്റിഫ്നെസ് മെത്തേഡിൻ്റെ വേറൊരു പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ്. ഇങ്ങനെ ഒരു നെയിം വരാൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഫ്ലെക്സിബിലിറ്റി മെത്തേഡ്സിലെ അൺനോൺസ് എന്ന് പറയുന്നത് ഫോഴ്സസ് ആയിരിക്കും, ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിൽ അൺനോൺ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. ഇവിടെ ഇതിൻ്റെ അനദർ നെയിം ഓർത്തിരിക്കാനായിട്ടൊരു വഴി എന്ന് പറഞ്ഞാൽ, ഫ്ലെക്സിബിലിറ്റിയുടെയും ഫോഴ്സ് മെത്തേഡും ഈ രണ്ട് നെയിം നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ലെറ്റർ സെയിം ആണ്, എഫ് എഫ്. സോ ഫോഴ്സ് മെത്തേഡ് എന്ന് ചോദിച്ചാലും ഫ്ലെക്സിബിലിറ്റി മെത്തേഡ് എന്ന് പറഞ്ഞാലും ആ ഒരു പോയിൻ്റ് വെച്ചിട്ട് ഓർത്തിരിക്കുക. ദെൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടേംസ് ആണ്, ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്റ്റിഫ്നെസ്. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ദാറ്റ് ഈസ് കോസ്ഡ് ബൈ യൂണിറ്റ് ഫോഴ്സ്. ഒരു യൂണിറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജോയിൻറ്റിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്നുള്ളതാണ് ഫ്ലെക്സിബിലിറ്റി ഡിനോട്ട് ചെയ്യുന്നത്. സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാലോ സ്ട്രെയിറ്റ് അതിൻ്റെ റെസിപ്രോക്കലായിരിക്കും. ഒരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തോരം ഫോഴ്സ് അപ്ലൈ ചെയ്യണം, അതാണ് ആ ഒരു മെമ്പറിൻ്റെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ രണ്ടും മാത്തമാറ്റിക്കൽ ഇക്വേഷൻ കാണിച്ചിട്ടുണ്ട്. ആൻഡ് സ്റ്റിഫ്നെസ്സും ഫ്ലെക്സിബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ ചോദിക്കുവാണെങ്കിൽ, ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് സ്റ്റിഫ്നെസ്സിൻ്റെ റെസിപ്രോക്കൽ, അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റിയുടെ റെസിപ്രോക്കൽ. ആൻഡ് ഇവരുടെ തമ്മിലുള്ള റിലേഷൻ്റെ ഒരു ഡെറിവേഷൻ ഉണ്ട്, അത് യൂഷ്വലി ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിസ്റ്റം കോർഡിനേറ്റ്സും എലമെൻറ്റ് കോർഡിനേറ്റ്സും ആണ്. സിസ്റ്റം കോർഡിനേറ്റ്സിൻ്റെ വേറൊരു പേരാണ് ഗ്ലോബൽ കോർഡിനേറ്റ്സ്. ഇതെന്ന് പറഞ്ഞാൽ യൂഷ്വലി എക്സ്റ്റേണൽ ലോഡ് കാരണം ഉണ്ടാവുന്നതാണ്. ആൻഡ് അതിൻ്റെ ഒരു ഡെഫിനിഷൻ ചോദിച്ചാൽ, ഇറ്റ് ഈസ് എ ഡയറക്ഷൻ ഓഫ് കോർഡിനേറ്റ് റെപ്രസെൻറ്റിംഗ് ദ നോഡൽ ഓർ ജോയിൻ ലോഡ്സ് ആൻഡ് കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇത് യൂഷ്വലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലെറ്റർ ആർ യൂസ് ചെയ്തിട്ടാണ്. ക്യാപിറ്റൽ ആർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സിസ്റ്റം ഫോഴ്സിനെയും സ്മോൾ ലെറ്റർ ആർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സിസ്റ്റം ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ്. നെക്സ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ എലമെൻറ്റ് കോർഡിനേറ്റ്സ്. എലമെൻറ്റ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫുൾ സ്ട്രക്ചറിൽ ഓരോ മെമ്പറിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സും അത് കാരണമുള്ള കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെൻറ്റും. ഇത് എലമെൻറ്റ് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഡിനോട്ട് ചെയ്യുന്നത് ലെറ്റർ ക്യൂ വെച്ചിട്ടാണ്. ക്യാപിറ്റൽ ലെറ്റർ ക്യൂ ഡിനോട്ട് ചെയ്യുന്നത് എലമെൻറ്റ് ഫോഴ്സിനെയും സ്മോൾ ലെറ്റർ ക്യൂ ഡിനോട്ട് ചെയ്യുന്നത് ആ എലമെൻറ്റ് ഫോഴ്സ് കാരണമുള്ള എലമെൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ്. ഈ ഒരു ഫ്രെയിം നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ക്യാപിറ്റൽ R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചറൽ ഫോഴ്സും സ്മോൾ ലെറ്റർ R1 എന്ന് പറഞ്ഞാൽ ആ കറസ്പോണ്ടിങ് സ്ട്രക്ചറൽ ഫോഴ്സ് കാരണമുള്ള ഡിസ്പ്ലേസ്മെൻറ്റും ആണ്. സിമിലർലി R2ഉം R3യും. ആൻഡ് ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സ്ട്രക്ചർ നോക്കുമ്പം ഇതിനകത്ത് രണ്ട് മെമ്പേഴ്സ് ഉണ്ട്. സോ ഇവിടുത്തെ എലമെൻ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് 4 ഉണ്ട്. സോ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? രണ്ട് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ 4 എലമെൻറ്റ് ഫോഴ്സ് ഉണ്ടാവും. സോ 2 × 2 ഡബിൾ ആയിരിക്കും. ആൻഡ് ഇവിടെ നോക്കുമ്പം ഇതിനകത്ത് 3 മെമ്പേഴ്സ് ഉണ്ട്. സോ ഇതിനകത്ത് എത്ര എലമെൻറ്റ് ഫോഴ്സ് വേണം? 3 × 2 വിച്ച് ഇസ് 6. സോ അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. എലമെൻറ്റ് ഫോഴ്സസും അതിൻ്റെ കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെൻറ്റും കൗണ്ട് 6 ഉണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മെട്രിക്സ് ആണ് വിച്ച് ഇസ് കണക്റ്റിംഗ് ദ ഇൻറ്റേർണൽ ഫോഴ്സസ് ആൻഡ് എക്സ്റ്റേർണൽ ഫോഴ്സസ്. അതായത് സിസ്റ്റം ഫോഴ്സിനെയും എലമെൻറ്റ് ഫോഴ്സിനെയും കണക്ട് ചെയ്യുന്ന ഒരു മെട്രിക്സ് ആണ് ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത്. ആൻഡ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്ററാണ് സ്മോൾ ലെറ്റർ ബി. ആൻഡ് ഇതിൻ്റെ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു മെട്രിക് ഇക്വേഷൻ റെപ്രസെൻറ്റേഷൻ ആണ് ക്യാപിറ്റൽ ക്യൂ ഈക്വൽ ടു ബി ഇൻറ്റു ക്യാപിറ്റൽ ആർ. സോ എലമെൻറ്റ് ഫോഴ്സിനെയും സിസ്റ്റം ഫോഴ്സിനെയും കണക്ട് ചെയ്യുന്ന ഒരു മെട്രിക്സ് ആണ് ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. നെക്സ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ ഇക്വലൻ്റ് ജോയിൻ ലോഡാണ്. ഇക്വലൻ്റ് ജോയിൻ ലോഡ് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു
സ്ട്രക്ചറിനെ അനലൈസ് ചെയ്യുമ്പോൾ എടുക്കുന്ന ഒരു അസംഷനാണ് ആ സ്ട്രക്ചറിനകത്ത് ലോഡ് ആക്ട് ചെയ്യുന്നതെല്ലാം ജോയിൻറ്റിൽ കൂടെ ആയിരിക്കും. പക്ഷേ ശരിക്കുള്ള കേസിൽ അങ്ങനെ ആയിരിക്കത്തില്ല, മെമ്പറിലും ലോഡ് വരും. സോ അങ്ങനെ മെമ്പറിൽ ലോഡ് വരുന്ന ടൈമിൽ നമ്മൾ മെമ്പറിൽ ആക്ട് ചെയ്യുന്ന ആ ലോഡിനെ ജോയിൻറ്റിലോട്ട് ആക്ട് ചെയ്യുന്ന ഇക്വലൻ ലോഡായിട്ട് മാറ്റും. ആ ഒരു ഇതിനെയാണ് ഇക്വലൻ ജോയിൻറ്റ് ലോഡ് എന്ന് പറയുന്നത്. സോ ഇക്വലൻ ജോയിൻറ്റ് ലോഡ്സ് ആർ ദോസ് ലോഡ്സ് അപ്ലൈഡ് അറ്റ് ജോയിൻറ്റ്സ് ടു ജനറേറ്റ് സെയിം എഫക്റ്റ് ആസ് ക്രിയേറ്റഡ് ബൈ എ മെമ്പർ ലോഡ്. ഈ ഒരു ഡെഫിനിഷനും ചോദിക്കാറുള്ളതാണ്. ആൻഡ് ആ ഒരു ഇക്വലൻ ജോയിൻറ്റ് ലോഡ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ് കണ്ടുപിടിച്ചിട്ട് അതിനെ റിവേഴ്സ് ചെയ്യും. നെക്സ്റ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാലിസിസ് ഓഫ് ആൻ ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ബൈ ഫ്ലെക്സിബിലിറ്റി മെത്തേഡാണ്, ബൈ എലമെൻ്റൽ അപ്രോച്ച്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ തന്നിട്ട് അനലൈസ് ചെയ്യാനും തരാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ പ്രൊസീജിയർ എഴുതാൻ വേണ്ടിയിട്ട് തിയറി ആയിട്ട് ചോദിക്കാനും ചാൻസ് ഉണ്ട്. സോ ഈ സ്റ്റെപ്സും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഫസ്റ്റ് ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കുക ആൻഡ് എത്ര റിഡൻഡൻസ് ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ ഇക്വലൻ ജോയിൻറ്റ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുക, റിഡൻഡൻസിനെ റിമൂവ് ചെയ്തിട്ട് റിലീസ്ഡ് സ്ട്രക്ചർ പ്ലോട്ട് ചെയ്യുക. ദെൻ ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഒബ്റ്റെയിൻ ചെയ്യുക. ദെൻ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് അസംബിൾ ചെയ്യുക. FXX കണ്ടുപിടിക്കുക, FXR കണ്ടുപിടിക്കുക, എക്സ് കണ്ടുപിടിക്കുക ആൻഡ് എലമെൻറ്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ നമ്മൾ ഫൈനൽ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, BMD പ്ലോട്ട് ചെയ്യുക. ഇതാണ് ഒരു ബേസിക് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ഈ ഒരു പ്രൊസീജിയർ എഴുതുന്നത് ഈ ഒരു കേസിൽ മാത്രമല്ല, ഏത് അനാലിസിസിൻ്റെ ആണെങ്കിലും പ്രൊസീജിയർ എഴുതാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ തിയറി ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ആ ഒരു ഇതിൽ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയർ ആൻഡ് അവിടെ യൂസ് ചെയ്യുന്ന ഇതുപോലത്തെ ഇക്വേഷൻസ് ഉണ്ട്, അത് എഴുതി വെക്കുക. സോ ഇത്രയാണ് ഒരു ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് ഫ്ലെക്സിബിലിറ്റി മെത്തേഡിൻ്റെ പ്രോബ്ലം തുടങ്ങുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ടത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.